യൂട്യൂബ് ചാനലും വേണ്ട, ഫേസ്ബുക്ക് പേജും വേണ്ട, ഇൻസ്റ്റാഗ്രാമും വേണ്ട, എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് കുറച്ചാണ് ജീവിക്കാം. ചൊവ്വാഴ്ച പണിക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാട്ടോ. കാരണം എന്താ വെച്ചാൽ ചൊവ്വാഴ്ച എനിക്ക് ഭയങ്കര തിരക്കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം രാവിലെ നമ്മൾ വർക്കിന് പോകട്ടോ. നമ്മുടെ കാറയിലൊക്കെ ഐസ് എടുക്കണം കേട്ടോ. കാറൊക്കെ ഐസാണ് കേട്ടോ. കണ്ടോ, വാനിലും അത്യാവശ്യം ഐസുണ്ട്. അയ്യോ വിറയ്ക്കുന്നേ. സീൻ തണുപ്പ്. വണ്ടിയുടെ ക്യാബിനൊക്കെ ചൂടായി വരാൻ സമയമെടുക്കും. സീനാണ് തണുപ്പ് സീനാണ്. ഞാനെന്താണ് നമ്മുടെ സ്കാനർ കുത്തിയിടാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് ചാർജില്ല, സ്കാനറിന് ചാർജില്ല, വിഷയമാണ്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ലോഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടി തീർത്താൽ മതി. തണുപ്പ് നല്ല രീതിയിൽ പുറത്തുണ്ട്. കൈയൊക്കെ മരച്ചിട്ടുന്നുണ്ട്. കൈയൊക്കെ ചുവന്നിരിക്കുക. ഭയങ്കരമായിട്ട് ഈ സൂചി കുത്തി കയറുന്നതിലെ കയ്യിൽ നിന്ന് സീന. ഞാനുണ്ടല്ലോ ഇന്ന് തിരക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വീട്ടിൽ വന്നൊരു ചായയൊക്കെ എടുത്തിട്ട് പതുക്കെ പോകാമെന്ന് ഓർത്ത് വന്നതാട്ടോ. നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി വീട്ടിൽ കയറി കേട്ടോ. കപ്പ ബിരിയാണി നമ്മൾ ചൂടാക്കി, കഴിഞ്ഞ ദിവസത്തെ കപ്പ ബിരിയാണി ചൂടാക്കി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് പോവാം. അങ്ങനെ രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിനി ഡെലിവറി ചെയ്യാൻ പോവാ. ഇതേ കാണാൻ കേട്ടോ നെൽസൺ എയർപോർട്ട്. റൺവേയിൽ ഒരു ഫ്ലൈറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് പറക്കണോ. കണ്ടോ, ഇവിടെ വന്ന് നിന്നാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നെൽസൺ എയർപോർട്ട് കാണാം, ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാണാം, ഫ്ലൈറ്റ് പൊങ്ങുന്നു. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിപ്പോയി. ഞാൻ വന്നപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ വൈകി പോയിട്ടോ. 2 മിനിറ്റ് മുമ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ല വീഡിയോ കിട്ടിയാനെ ഫ്ലൈറ്റ് പൊങ്ങണേ. അവസരങ്ങൾ വരും. നാളെ ഉച്ചത്തെ ബ്രേക്കൊക്കെ കഴിഞ്ഞു. പിക്കപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും തോന്നല്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇന്നലെ എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ വീഡിയോസൊക്കെ എടുത്ത്, നമ്മൾ സാധാരണ എല്ലാ ദിവസവും എടുക്കുന്ന വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു പ്രശ്നം വന്നു. ഭയങ്കര നെഗായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോസ് ഒന്നും വേണ്ട. എന്തിനാ വീഡിയോസ്? യൂട്യൂബ് ചാനലും വേണ്ട, ഫേസ്ബുക്ക് പേജും വേണ്ട, ഇൻസ്റ്റാഗ്രാമും വേണ്ട, എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് കുറച്ചാണ് ജീവിക്കാം. അങ്ങനെയൊക്കെ തീരുമാനമെടുത്തു. എത്ര വർഷമായി, 3-4 വർഷമായി ഈ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്ത് ചെയ്ത ഈ സംഭവത്തിന് ഫോളോവേഴ്സും കൂടുന്നില്ല, നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടണില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം. എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തേക്കാൻ നമുക്ക് ഇന്നലെ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ നിർത്തി. വീഡിയോ ഒന്നും എടുക്കണ്ടായില്ല. പിന്നെ ഞാൻ എൻ്റെ വർക്കായിട്ട് ഇങ്ങനെ പോയി വൈകുന്നേരം വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു, കിടന്നു. രാവിലെ വർക്കിന് വന്നു. ഈ സെയിം ചിന്ത തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനിയൊന്നും വേണ്ട, എല്ലാം നിർത്താം, അവസാനിപ്പിക്കാം.
വേറെ എന്നാ പറയണേ, വീഡിയോസ് ഒന്നും ചെയ്യാൻ ഇത് കാര്യത്തിന് നമ്മൾ കുറേയൊക്കെ ചെയ്തു, കുറേ വീഡിയോസ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു, പക്ഷെ ഒരു വീഡിയോസും റീച്ച് ആവണില്ല. പിന്നെ ഞാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ, ഞാൻ ഇന്നലെ കുറെ ആഗ്രഹിച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എന്താ പറയാ, അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാന്ന് ഓർത്ത് ഞാനിങ്ങനെ ചെയ്യാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നു. ഇന്നലെ തൊട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്തില്ല. ഇന്ന് രാവിലെ തൊട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു റീല് കണ്ടു. ആ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. നമ്മൾ ഒരു കാര്യം പറ്റിയെന്നും പറഞ്ഞ് നമ്മളത് ചെയ്യാണ്ടിരിക്കരുത്. ശരിയല്ലേ? നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങളെല്ലാം തിരുത്തി ഞാൻ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, അത് ഫെയിലായി എന്നും പറഞ്ഞ് നമ്മൾ ഇനി അറ്റംപ്റ്റ് ചെയ്യണില്ല എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളിങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഡോറ് തുറക്കും. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ബാഡ് തിങ്കിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേ നമ്മളിപ്പോൾ നമ്മുടെ തേർഡ് റണ്ണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കുറച്ച് ബിസിനസ്സും കൂടെ കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻസിൽ ചെയ്യാൻ പോകും. രാവിലെ അടിപൊളി ഒരു കോഫി ഡിപ്പോയിൽ നിന്ന് സെറ്റ് ചെയ്തു. അതിങ്ങനെ കഴിച്ച് നമ്മളിത് നല്ല തണുപ്പത്ത് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം അല്ലേ? നമ്മൾ ഇത്രയും വീഡിയോസ് ഇട്ടു എന്നും പറഞ്ഞു നമ്മുടെ അക്കൗണ്ട് സെറ്റ് ആയില്ല എന്നും പറയുന്നത് ഡിലീറ്റ് ചെയ്തത്. ഞാൻ ഇന്നലെ മണ്ടത്തരം കാട്ടിയേനെ, പക്ഷെ അത് വലിയ മണ്ടത്തരമായി പോയാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഡിപ്പോയിൽ വന്നിട്ടോ ഈ കിടക്കുന്ന സംഭവം കൂടെ വണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞാൽ ലോഡെല്ലാം ആവും. പിന്നെ ഇത് കൊണ്ട് കൊടുത്താൽ മതി. അത് എല്ലാം കൂടെ പുറപ്പെടുകയെന്ന് കയറ്റാം. നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ലഞ്ച് കഴിക്കണം. അപ്പോൾ നമുക്ക് മക്ഡൊണാൾഡ്സ് മേടിച്ചാലോ? മക്ഡൊണാൾഡ്സിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കാം. നമ്മളങ്ങനെ ചെറിയൊരു മടിയൊക്കെ മേടിച്ചു. ചെറിയൊരു പോക്കുണ്ട്. സമയം ഇപ്പോൾ 1:15 അല്ല 1:45. നമുക്കിനി 2:30 വേണം. അപ്പോൾ 2:30 വരെ റെസ്റ്റ്, ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം. നമ്മുടെ ഇന്നത്തെ ലഞ്ച് മഗ്ബിയാക്കി. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പിക്കപ്പിന് ഇറങ്ങാം. നമ്മളുണ്ടല്ലോ ചുമ്മാ ഒന്ന് കിടന്ന് കണ്ണടച്ചാട്ടോ. 10 മിനിറ്റ് ലേറ്റ് ആയി. നമ്മുടെ പിക്കപ്പ് എടുക്കാം കേട്ടോ. നീ
അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇന്ന് വലിയ പിക്കപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1, 2, 3 സ്ഥലത്ത് നിന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് ഡിപ്പോയിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ. ഈ വീട്ടിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടക്കുക, നാളെ രാവിലെ പണിക്ക് പോവുക. അപ്പം നാളെ ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ.